മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിൽ. ഹൃദയാഘാതമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങി. വിദഗ്ധ സംഘം എം ടിയെ നിരീക്ഷിക്കുകയാണ്. ശ്വാസതടസ്സത്തെ തുടർന്നാണ് എം ടിയെ ഇന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സാഹിത്യകാരൻ എം എൻ കാരശ്ശേരി, സംവിധായകൻ ഹരിഹരൻ, മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ് എന്നിവർ ആശുപത്രിയിലെത്തി എം ടിയെ സന്ദർശിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, ഞാനിപ്പോൾ നിൽക്കുന്നത് MD ഉള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. നിലവിലെ വിവരമനുസരിച്ച് നമുക്ക് കഴിഞ്ഞ സമയങ്ങളിൽ ലഭ്യമായ മെഡിക്കൽ ബുള്ളറ്റിന്റെ വിവരങ്ങൾ മാത്രമേ നിലവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുള്ളൂ. അതായത് ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഈ ആരോഗ്യ വിദഗ്ധർ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ പ്രമുഖരായ ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ MDയെ സന്ദർശിക്കുവാൻ എത്തുന്നുണ്ട്. മുഹമ്മദ് റിയാസ്, എ കെ ശശീന്ദ്രൻ, സംവിധായകൻ ഹരിഹരൻ, കാരശ്ശേരി മാഷു അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ ആശുപത്രിയിൽ MDയെ സന്ദർശിച്ചതിന് ശേഷം മടങ്ങിപ്പോയിട്ടുണ്ട്. കാരശ്ശേരി മാഷും MDയുടെ ഭാര്യയും മകളും ഒക്കെ തന്നെയും ആശുപത്രിയിൽ തുടരുന്നുണ്ട്. നമുക്കറിയാൻ സാധിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നീട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അസുഖം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീടാണ് അവർ ICUയിലേക്ക് മാറ്റിയത്. ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടു കൂടിയാണ് ശ്വസിക്കുന്നത് എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മെഡിക്കൽ ബുള്ളറ്റിൻ അല്ലാതെ കൂടുതലൊന്നും വിവരങ്ങളൊന്നും തന്നെ ആശുപത്രി അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. പിന്നീട് അതായത് ഒബ്സർവേഷനിലാണ്, ഒരു വിഭാഗം വിദഗ്ധ സംഘത്തിന്റെ കീഴിൽ അദ്ദേഹം ഒബ്സർവേഷനിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. 2 ദിവസമായി മരുന്നുകളോടൊന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. BP ലെവലിലൊക്കെ തന്നെയും വേരിയേഷൻ കണ്ടിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ICUയിലേക്ക് മാറ്റിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അതീവ ദുഃഖകരമായ, അതായത് ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിൽ എന്ന ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇവിടുന്ന് ലഭ്യമാവുന്നത്. വിഷ്ണു, എന്ത് തന്നെയായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് സാഹിത്യ ലോകം ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.